ഷിയാസ്കെ പറ്റി നിങ്ങൾക്ക് അറിയാം. ഷിയാസ്കെ എനിക്ക് ഒരു 8-9 വർഷമായിട്ട് പരിചയമാണ്. ഈ ഇൻഡസ്ട്രിയിലുള്ള ആളും കൂടി ആയതുകൊണ്ട് സ്റ്റാർ മാജിക് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷവും ഷിയാസ്കെറ്റിന് ഇനാഗ്രേഷൻസ് നിങ്ങൾ നമ്മൾ കാണുന്നില്ല പരസ്യം. അതുപോലെയാണ് ഇനാഗ്രേഷനൊക്കെ ഞാൻ ഷിയാസ്കെ കാണുന്നത്. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളും വരുമ്പോൾ ഞാൻ ഷിയാസ്കെ കാണുന്നത്. അല്ലാണ്ട് ഷിയാസ്കയുടെ പേഴ്സണൽ കാര്യങ്ങൾ, ഷിയാസ്കെ എവിടെ പോകുന്നു, ആരെ കോൾ ചെയ്യുന്നു, പിന്നെ ആരൊക്കെയാണ് ഫ്രണ്ട്സ്, പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ഒന്നത്തെ കാര്യം ചോദിക്കാറില്ല. ഞാൻ എന്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ എന്തെങ്കിലും വിഷമൊക്കെ വരുമ്പോൾ എനിക്ക് പറയാറുണ്ട്. അപ്പോൾ അല്ലാണ്ട് ഇങ്ങനെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ ഞാനും ചോദിക്കാറില്ല, എന്നോട് ഷെയർ ചെയ്യാറില്ല. അപ്പോൾ അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. എനിക്ക് അറിയത്തില്ല. അറിയാത്ത കാര്യങ്ങൾ പറയുന്നത് ശരിയല്ലല്ലോ. 1,40,000 രൂപ കണക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് 1,00,000 രൂപ ഞാൻ കൊടുക്കാനുമില്ല, എനിക്ക് തരാനുമില്ല. ഇക്കയുടെ കല്യാണമായ സമയത്ത് എനിക്ക് ഞാൻ 1,00,000 രൂപ കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പൊ പിറ്റേ മാസം എനിക്ക് തരുകയും ചെയ്യും. അത് ഞാൻ അറിയാലോ. നമുക്ക് അറിയാവുന്ന നമുക്ക് അത്ര വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അങ്ങനെ കൊടുക്കാറുണ്ട്. അത് ആർക്കെങ്കിലും കൊടുക്കുമല്ലോ. അത്ര വില 1,40,000 കണക്ക് എനിക്ക് അറിയത്തില്ല. ഷിയാസ് കാരണം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇരിക്കപ്പുറത്ത് ഇല്ലാതെ അനുമോൾക്കാണ് എന്ന് പറയേണ്ടി വരും. ഒരു ബീഫിന്റെ പേരും പറഞ്ഞ് തുടങ്ങി അത് പിന്നെ വേറൊരു തരത്തിലേക്ക് എത്തിച്ച് അത് പിന്നെ അനുമോൾക്ക് കൂടി പണി വാങ്ങിച്ചു കൊടുക്കുന്ന തരത്തിലോട്ട് ഷിയാസ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതാ ഷിയാസിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നു. ഈ പറയുന്ന രീതിയിൽ പലരും പരാതി കൊടുക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ പെണ്ണ് കേസും കാര്യങ്ങളും ഒക്കെ ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി. ആ വിഷയത്തിൽ ഷിയാസ് എല്ലാ രീതിയിലും ഇപ്പോൾ പെട്ടിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിലും അനുമോൾക്കൊരു രക്ഷയില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുഴുക്ക അനുമോളോടാണല്ലേ, എന്താ ചെയ്യാനല്ലേ. ശരിക്കും പറഞ്ഞാൽ അനുമോൾ ഈ പറയുന്ന രീതിയിൽ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് വരുന്നവന്മാർക്ക് മുന്നിൽ മറുപടി പറയാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. ഇനിയിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കണക്ക് അറിയാമെങ്കിലും ഇനി ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ കൂടി ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കുക, ഇതാണ് ബെറ്റർ എന്ന് പറയുന്നത്. കാരണം വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്ന്. അത് സംഭവമായിട്ട് അലക്കാൻ പറ്റുന്ന വകുപ്പുള്ള കാര്യമാണെങ്കിൽ പിന്നെ നോക്കണ്ട, ഹെയറും നോക്കിയാൽ മതി, താഴത്ത് നോക്കണ്ട. പിന്നെ അമ്മാതിരിയുള്ള അലക്കല് ഈ പറയുന്ന വീഡിയോ എടുക്കുന്നവന്മാർ എന്നെ ചെയ്തു തരുമെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് അറിഞ്ഞുകൊണ്ട് മറുപടി ഈ രീതിയിൽ കൊടുത്ത് ഒതുക്കിയത് നല്ലതെന്ന് പറയാം. കാരണം എന്തെങ്കിലും വായിന്ന് വീണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന മാതിരി ഭൂമിയിലൊന്നും നോക്കണ്ട, നേരെ ആകാശത്ത് നോക്കിയാൽ മതി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഈ പറയുന്ന തോതില് ഷിയാസ് കരീമിന്റെ വിഷയം, ഷിയാസ് കരീം അതോടൊപ്പം തന്നെ അനുമോൾ, നമുക്കറിയാം അനുമോളും ഷിയാസ് കരീമും ഒക്കെ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ആ ഒരു അടുപ്പം കാണും. കാരണം സ്റ്റാർ മാജിക് തൊട്ടുള്ള ഒരു അടുപ്പം കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ അനുമോൾ ഷിയാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ ഈ ഒരു വിഷയം വന്നപ്പോഴത്തേക്ക് ആയപ്പോഴും ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ, ഷിയാസ് അനുമോളടുത്ത് ബീഫ് കഴിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് അനുമോക്ക് ബീഫ് വേണ്ടായിരുന്നു. അപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു. അതായത് ഡേറ്റിലാണ് വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോട് പിന്നെ മനഃപൂർവ്വം ഓരോന്ന് ചോദിച്ച് അങ്ങോട്ട് ചെന്നിട്ട് നീ BJP ആണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുത്തി ചോദിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അത് ഏറി കയറാനുള്ള വകുപ്പ് ഉണ്ടാക്കി വെച്ചുകൊടുക്കുന്ന കാര്യങ്ങൾ മാറും. അത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം പിന്നെ അത് താഴെ ഇറങ്ങാനായിട്ട്, അതായത് ഏറിൽ നിന്നും താഴെ ഇറങ്ങാനായിട്ട് ഒരുപാട് സമയമെടുത്തു. ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഇപ്പോൾ അത് നിലത്ത് കാല് കുത്തുന്നതിന് മുന്നേ തന്നെ അടുത്തൊരു പ്രശ്നം വന്നിരിക്കുകയല്ലേ. എന്ത് ചെയ്യാമെന്ന് ഷിയാസ് കരീമിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രശ്നങ്ങളുടെ ഒരു കൂമ്പാരമാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എടുത്ത് പറയേണ്ടി വരും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നൂടെ, അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. ഇപ്പൊ അവസാനം വന്ന് എനിക്കൊന്നും അറിയത്തില്ല എന്ന് അനുമോൾക്ക് പോലും പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ മാറി എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാം. അതായത് അനുമോൾ തന്നെ തുറന്ന് പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് ഈ പറയുന്ന രീതിയിൽ ഷിയാസിക്ക് ഉദ്ഘാടനത്തിന് വന്ന് കണ്ടു ആ ഒരു തരത്തിലോട്ടുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അല്ലാതുള്ള ഷിയാസിക്ക് പേഴ്സണൽ മാറ്റേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിയത്തില്ല എന്നൊക്കെയാണ് അനുമോൾ ഇപ്പോൾ പറയുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടുള്ള കാര്യമേ. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആരാണ് നേരെ ചൊവ്വേ മറുപടി പറയുന്നത്? ഇപ്പൊ അറിയാവുന്നവരായാലും ഇനി എന്തൊക്കെ അടുപ്പമുള്ളവരായാലും ഇനി അടുപ്പം കുറഞ്ഞവരായാലും തന്നെ ഇതുപോലുള്ള കേസുകളിലൊക്കെ ആരെന്ത് മറുപടി കൊടുക്കാനാണ്? ചോദ്യം ചോദിക്കുന്നവന്മാർക്കും ഒരു ഇതില്ല, മറുപടി പറയുന്നത് നമുക്കെങ്കിലും ഒരു ഇത് വേണ്ടേ? അത് മാത്രമേ അനുമോളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ എടുത്ത് പറയാം. കാരണം എന്ന് പറയുന്നത് മറുപടി എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പണി എട്ടിൻ്റെത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ചിലപ്പോൾ അനുമോൾക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ മറുപടി കൊടുത്തങ്ങ് വിട്ടതെന്ന് പറയുന്നത്. എന്തായാലും ഷിയാസിനെ ഇപ്പോൾ എല്ലാവരും തഴഞ്ഞെന്നാണ് തോന്നുന്നത്. ഈ പറയുന്ന അനുമോളുടെ സംസാരത്തിൽ നിന്നായാലും എനിക്ക് വലുതായിട്ടൊന്നും അറിഞ്ഞൂടാ കേട്ടോ, എനിക്ക് വേറെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല എന്നുള്ളത് അനുമോൾ തന്നെ തുറന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. 8-9 കൊല്ലം കൊണ്ട് അറിയാവുന്ന ഒരാളാണ്, പക്ഷേ എനിക്ക് വേറെ തരത്തിലുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. എൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും. പക്ഷേ ഷിയാസിന്റെ കാര്യങ്ങൾ പേഴ്സണൽ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിയത്തില്ല എന്ന് എടുത്ത് പറയേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ അത് മനസ്സിലാക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ. ഈ പറയുന്നത് അറിയത്തില്ലായിരിക്കാം, അറിയാമെങ്കിൽ പോലും ക്യാമറയ്ക്ക് മുന്നിൽ ഈ പറയുന്ന രീതിയിൽ ഒരു കാര്യം പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ആ ഒരു പക്വത അനുമോൾ കാണിച്ചത് എന്തുകൊണ്ടും നല്ലതെന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ പൈസ ഇടപാടിന്റെ കാര്യം ഈ പറയുന്ന രീതി അനുമോളുടെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ്, എന്നിട്ട് തിരിച്ചു കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ
ഈ പറയുന്ന ഷിയാസിന് ഇത് തന്നെയാണ് ഏർപ്പാടെന്നാണ് തോന്നുന്നത്. കാരണം കടം വാങ്ങിക്കുക, നാട്ടുകാരെ അത്രയും കടം വാങ്ങിക്കുക, എന്നിട്ട് ലൈഫ് അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുക എന്നുള്ള തരത്തിലാണെന്നാണ് തോന്നുന്നത്. കാരണം ഇപ്പോൾ ഈ പറയുന്ന കേട്ടാ തോന്നുന്നത് ഇപ്പൊ ഷിയാസിനി ആരെയെന്നാണ് കടം വാങ്ങിക്കാത്തത് എന്നാണ് തോന്നിപ്പോകുന്നത്. എന്തോ വലിയ സംഭവമാണ്, അതാണ് ഇതാണ് മറ്റതാണ് എന്നൊക്കെ പറഞ്ഞ് നടന്ന് ഇതൊക്കെയായിരുന്നു ഷിയാസ് ചെയ്തു വെച്ച പരിപാടി എന്ന് കേൾക്കുമ്പോഴത്തേക്കും എടീ എന്തോന്നടേ ഇത് അറിയാൻ പറഞ്ഞിട്ട് ചോദിക്കുക. വഴിയാ പോകുന്ന വയ്യാവേലികളെല്ലാം തന്നെയും പിടിച്ചു വയ്ക്കുക മാത്രമല്ല, ഇപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ കൂടി ഷിയാസ് ചെയ്തു വയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പറയാതിരിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ഭൂലോക ദുരന്തം എന്ന് വേണമെങ്കിൽ ഷിയാസിനെ വിലയിരുത്താൻ പറ്റുന്ന തരത്തിലോട്ടാണ് ഷിയാസ് ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളെന്ന് പറയുന്നത്. അമ്മാതിരിയുള്ള കാര്യങ്ങളൊന്ന് എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ കൂടെ നിന്നവർ പോലും ഈ പറയുന്ന ഇപ്പോൾ സ്റ്റാർ മാജിക്കിലായാലും ഇപ്പോൾ നേരത്തെ ലക്ഷ്മി നക്ഷത്രയുടെ അടുത്ത് ഇതുപോലൊരു ചോദ്യം ചോദിച്ചപ്പോഴത്തേക്കും ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഒന്നും അറിയത്തില്ല, അതാണ് ഇതാണ് മറ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒഴുക്കമട്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്നവർ എന്ത് പറയാനാണ്? ഈ ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് എന്ത് ഉത്തരം കൊടുക്കാനാണ്, എന്ത് മറുപടി കൊടുക്കാനാണ്? ഈ പറയുന്ന രീതിയിൽ എന്താണോ സത്യം അത് തെളിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ആ ഒരു തരത്തിൽ തന്നെയാണ് ഇവരും വ്യക്തമാക്കി പറയുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഷിയാസിന്റെ കാര്യം ഒരു വല്ലാത്ത കാര്യമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. താൻ എന്തോ വലിയ സംഭവമാണ്, താൻ എന്തോ വലിയ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് സംഖ്യകളുടെയും വായിലിരിക്കുന്ന അത്രയും വാങ്ങിച്ചു കൂട്ടി അവസാനം പവനായി ശവമായി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഷിയാസ് തന്നെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ പര്യവസാനം എവിടെ ചെന്നെത്തും എന്നുള്ളത് കണ്ടറിയാതെ.